ഓഫ്റോഡ് പോകാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങോട്ടേക്ക് വരിക. കിട്ടി എന്നും വിനയിച്ചൂടെ മടക്കി വെക്കട്ടെ. ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ തലേ ദിവസം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ദോശമാവ് പൊങ്ങിയിട്ടുണ്ടോ എന്നാണ് ആദ്യം പോയി നോക്കിയിട്ടുള്ളത് കേട്ടോ. ഇത് പൊങ്ങിയാലേ ഈ ഒരു സമാധാനം ഉണ്ടോ, അല്ല അതേപോലെ തന്നെ നിൽക്കുക എന്നുണ്ടെങ്കിൽ സകല പരിപാടി അവിടെ തീർന്നു. അപ്പോൾ നമുക്ക് അതവിടെ കുഴപ്പമൊന്നുമില്ല, നല്ല അസലായിട്ട് പൊന്തിയിട്ടുണ്ട്. അപ്പോൾ മുന്നേ മദ്രസക്ക് പറഞ്ഞേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ അത്ര നേരത്തെ എണീക്കേണ്ട ആവശ്യമില്ല. കാരണം മിന്നൂന് 9 മണിക്ക് ക്ലാസ് തുടങ്ങുള്ളൂ. അപ്പോൾ 7:45 വീട്ടിൽ നിന്ന് പോയാൽ മതി. അപ്പോൾ മുന്നേ മദ്രസക്ക് പറഞ്ഞേക്കണ ഒരു ടൈം 6 മണി, ആ ടൈമിൽ നീറ്റാൽ മതി കേട്ടോ. ഇപ്പം 6:20 ആയിട്ടുണ്ട്. അവന് 6:30 ക്ലാസ് തുടങ്ങും. പക്ഷെ ഇവിടെ നിന്ന് ചിലപ്പം പോകണമെന്നുണ്ടെങ്കിൽ തന്നെ 6:20, 6:25 ആവും. ആ ടൈം ആകുമ്പോഴേക്കും മദ്രസയിലെത്തുന്നുണ്ടോ എന്നുള്ള ആൾക്കാരെ. എന്നാലും ഇവിടെ നിന്ന് കുറച്ച് ദൂരം പോകാനും ഉണ്ട് കേട്ടോ. പിന്നെ എന്താ ചെയ്യുക, നമുക്ക് ഇരുട്ടത്തൊന്നും മക്കളെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ലല്ലോ. നല്ലോണം നായ്ക്കളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പം കുറച്ചൊക്കെ വെളിച്ചം വെച്ചിട്ടേ ഇവിടെ നിന്ന് പോകാറുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് പരിപ്പ് സാമ്പാറാണ് അതിലേക്ക് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വേവിക്കാൻ. കറിവേപ്പില വേണം. പിന്നെ നമ്മുടെ ദോശ ചൂടാനുള്ള നോൺ സ്റ്റിക്ക് പാൻ നമ്മുടെ കയ്യിലുള്ളത് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അതിൽ ചുട്ടാൽ ദോശയായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ മല കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി പോകട്ടോ, കടം വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ ഞാൻ പോകുമ്പോൾ മഴയില്ല കേട്ടോ. അവിടെ എത്തിയതും മഴ തുടങ്ങി. അപ്പോൾ പിന്നെ ഉമ്മാൻ്റെ അവിടെ ഒരു പഴയ സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു പഴയ കുട ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ആദ്യം കറിവേപ്പില എടുക്കാൻ പോയിട്ടോ. അതേ മഴയത്ത് മൂടി പോച്ച് കിടന്നുറക്കാൻ നല്ല രസമായിരിക്കും അല്ലേ. പക്ഷേ കുറേ മാസങ്ങളായി എൻ്റെ ഉറക്കമൊക്കെ പോയിട്ട്. പകലും വലിയ ഉറക്കം, രാത്രി വലിയ ഉറക്കം. നീലുമാനെ വയറ്റിലുണ്ടായ ശേഷം മര്യാദക്കൊന്നും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഇനി അവൾക്ക് 2 വയസ്സാവണം ശരിക്കൊന്നും ഉറങ്ങണം എന്നുണ്ടെങ്കിൽ. അങ്ങനെയാണ് എല്ലാ അമ്മമാരുടെയും ഒരു ഉറക്കിൻ്റെ രീതി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ സാമ്പാറാണ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞല്ലോ. സാമ്പാർ എന്ന് വെച്ചാൽ ഈ പച്ചക്കറി ഒന്നും ഇട്ടുകൊണ്ടുള്ള സാമ്പാർ ഇവിടെ ആർക്കും പറ്റില്ല. പച്ചക്കറി ഞാൻ തന്നെ കൂട്ടിയെടുക്കേണ്ടി വരും, കൂട്ടി ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ പച്ചക്കറി ഒന്നും ഇല്ലാതെ കിള്ളി സാമ്പാർ എന്ന് പറഞ്ഞുള്ള സാമ്പാറാണ് ഉണ്ടാക്കണം കേട്ടോ. നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുമല്ലോ, നമ്മൾ ഊട്ടിക്ക് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് കിട്ടുമല്ലോ സാമ്പാർ. മസാല ദോശയും കാര്യത്തിലേക്കൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ആ ഒരു സാമ്പാർ മുന്നേക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ സാധാ സാമ്പാർ വെച്ചാൽ അവനതിൻ്റെ നീര് മാത്രം കൂട്ടുള്ളൂ. അപ്പോൾ ഈ സാമ്പാറാകുമ്പോൾ ഓനക്കിഷ്ടമാണ്. മിന്നിന് വലുതായിട്ടൊന്നും ഇഷ്ടമില്ല, എന്നാലും ജസ്റ്റ് കൂട്ടിക്കോളും. അപ്പോൾ ഞാൻ ആ ഒരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. പിന്നെ മസാല ദോശയ്ക്കുള്ള മസാലക്കുള്ള ഉരുളൻകിഴങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ ഒരു സാമ്പാർ ഉണ്ടാക്കാൻ സിമ്പിളാണ് കേട്ടോ, പെട്ടെന്ന് പരിപാടി ചെയ്യും. എന്നാൽ കറക്റ്റ് ആ ഒരു ടേസ്റ്റും കിട്ടും കേട്ടോ. കിള്ളി സാമ്പാർ എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. ഇതിൽ മെയിനായിട്ട് വരുന്നത് പരിപ്പും ഉള്ളിയും തക്കാളിയും ചെറിയ ഉള്ളിയും പിന്നെ ചുവന്ന മുളകില്ലേ, വറ്റൽ മുളക്, ആ മുളകാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പ് അവിടെ വെന്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കേണ്ടത് നമ്മൾ ആ ചുവന്ന മുളക് കണ്ടിട്ട് അത് കുറച്ചധികം തന്നെ വേണം. പക്ഷെ ഞാൻ മുളക് പൊട്ടിച്ചിട്ടൊക്കെ പറന്നെടുത്തിട്ടൊക്കെ വേണമായിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം ചീരുള്ളി, നമ്മുടെ ചെറിയ ഉള്ളി ഇട്ടെടുത്തേക്കാം. ഈ ചെറിയ ഉള്ളി ഇട്ടെടുക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ആ ചുവന്ന മുളക് ഇട്ടെടുക്കേണ്ടത്. ആ ഒരു മുളകിൻ്റെ ടേസ്റ്റാണ് ഇതിൽ മുന്നിൽ നിൽക്കട്ടോ.
അപ്പോൾ ഇതൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ ആ മുളകിട്ടെടുക്കുക. അപ്പം നേരെ ഓപ്പോസിറ്റ് എടുത്താൽ മതി. ആദ്യം മുളകിട്ടെടുക്കുക, എന്നിട്ട് നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു ഹാഫ് വലിയ ഉള്ളി കട്ട് ചെയ്തൊന്നൊരു ഇട്ടെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു കുറച്ചൊന്ന് വഴറ്റിയാൽ മതി. അതിന് ശേഷം ഒരു തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1-2 സ്പൂണൊക്കെ മതിയാവും. ഞാൻ ആദ്യം കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി വഴറ്റുക. ഇനി ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം പാർന്ന് കൊടുക്കാം കേട്ടോ ആദ്യം. അല്ലാന്നുണ്ടെങ്കിൽ പരിപ്പ് ഇട്ട് കൊടുക്കുക. രണ്ടിൽ ഏതിട്ട് കൊടുക്കുക. ഞാൻ പരിപ്പ് ആദ്യം ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പം പുളിവെള്ളം പാരാനുള്ള ഓർമ്മ നമുക്ക് വേണം. അതിനനുസരിച്ചുള്ള വെള്ളം നമ്മളിപ്പോൾ പാർന്ന് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം പുളിവെള്ളം പാർന്നതിന് ശേഷം പിന്നെ പരിപ്പിട്ട് കൊടുത്താൽ ആ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരിക്കും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം കൂടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സാമ്പാർ എന്ന് വെച്ചാൽ കുറച്ച് വെള്ളം പോലെ തന്നെയാണ് ഉണ്ടാവുക. പരിപ്പും എന്താ പറയുക പുളിവെള്ളം കൂടെ പാരുമ്പോൾ നമുക്കിപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏറാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണേ വേണം കേട്ടോ. പിന്നെ പരിപ്പാണല്ലോ, ഇരിക്കുന്നതിനനുസരിച്ച് ഒന്ന് കുറുകി വരുന്ന സാധനമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളമൊക്കെ പാർന്നെടുക്കുക. പിന്നെ കുറച്ചും കൂടെ സാമ്പാർ പൗഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് കായപ്പൊടി ഇല്ലേ, അതാണ് കേട്ടോ. അപ്പം എൻ്റെ കയ്യിലുള്ള കായപ്പൊടി എന്ന് വെച്ചാൽ ചെറിയ ഹോളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് കൊട്ടി പുറത്തൊക്കെ വരാൻ കുറച്ച് റിസ്ക്കാണ്. അപ്പം അതും ഇട്ടെടുത്തിട്ടുണ്ട് ആവശ്യത്തിനൊപ്പം. പിന്നെ ഈ ഒരു സംഭവം വേണം കേട്ടോ, മല്ലിൻ്റെ ഇല, മല്ലിച്ചപ്പിൻ്റെ ഇല, അതും കൂടി ഉണ്ടെങ്കിൽ ആ ഒരു സാമ്പാർ ഒരു സാമ്പാർ തന്നെയാണ് കേട്ടോ. പിന്നെ വേറെ ഒരു കൂട്ടാനും ആ ഒരു മസാല ദോശയ്ക്ക് വേണ്ട. അപ്പം അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ദോശയ്ക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഉരുളങ്കിഴങ്ങൊക്കെ അവിടെ തൊലി കളഞ്ഞ് വേവിച്ച് വെച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് കടുകും പിന്നെ ചെറിയ ജീരകം ഉണ്ടല്ലോ അത് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ വലിയ ഉള്ളി ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കണം. പിന്നെ ഈ മല്ലിൻ്റെ ഇലയും പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് ഉണ്ടല്ലോ അതും എല്ലാം കൂടെ ഇട്ടിട്ടാണ് ഈ ഒരു മസാല റെഡിയാക്കൽ കേട്ടോ. ഇതുണ്ടാക്കാനും സിമ്പിളാണ്. നമ്മൾ ആ ഉരുളൻകിഴങ്ങ് വെന്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ചെറിയ ജീരകത്തിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ വേണം കേട്ടോ. അത് നമ്മൾ പൊട്ടിക്കുന്ന ടൈമിൽ ഇട്ടാൽ നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുമല്ലോ മസാല ദോശൻ്റെ ആ ഒരു മസാല, ആ കറക്റ്റ് ടേസ്റ്റ് വരും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ സാധാ ഉരുളക്കിഴങ്ങ് കൊട്ടാനേ ആ ഒരു ടേസ്റ്റ് ഉണ്ടെങ്കിൽ, ആ ഒരു ജീരകത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് ആ ഒരു മസാല ദോശൻ്റെ മസാല ആവുള്ളൂ. അപ്പോൾ അതെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും മിനുവിന് സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടുണ്ട്. കുറച്ചെടുക്ക്. ഞാൻ കുറച്ച് കഴിക്കാറുള്ളൂ. നമുക്കങ്ങനെ ഉരുളക്കിഴങ്ങൊന്നും ഇഷ്ടമല്ല. പിന്നെ ഇതായതുകൊണ്ട് തന്നെ ഉമ്മാർക്കും ഉപ്പാക്കുള്ള ഫുഡ് ഞാൻ ഇവിടെ ഉണ്ടാക്കിക്കോളാം എന്നാണ് പറഞ്ഞിരുന്നു കേട്ടോ. രാവിലത്തെ ഫുഡ് നിങ്ങൾ ഉണ്ടാക്കണ്ട, ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുത്തയച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ 7:30 ചായൻ്റെ മുൻപ് കുടിക്കാനുള്ള ഗുളികയുണ്ട്. പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോൾ ഈ വക എല്ലാ സംഭവങ്ങളും അവർക്ക് ഉള്ളതുകൊണ്ട് തന്നെ അതിനൊക്കെ ഗുളികയുണ്ട്. അപ്പോൾ 7:30 ഗുളിക കുടിച്ചതിന് 8 മണിയാകുമ്പോഴേക്കും അവർക്ക് ചായക്കടി റെഡി ആവണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ അവർക്കുള്ള ദോശ ആദ്യം തന്നെ ചുട്ടങ്ങോട്ട് കൊടുത്തേക്കാണ് കേട്ടോ. നല്ല ചൂടോടെ കഴിക്കണമല്ലോ ഈ സംഭവം. നമ്മൾ ചൂടാറി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ മിന്നുവിന് 8 മണിയാകുമ്പോഴേക്കും ബസ് സ്റ്റോപ്പിലെത്തിക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാൻ അവർക്കുള്ള കടിയും കറിയൊക്കെ അങ്ങോട്ട് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓഫ് റോഡ് പോകാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങോട്ടേക്ക് വരിക. ഒരു ഓഫ് റോഡിനെക്കാട്ടും നന്നായിട്ടുള്ള റോഡുണ്ട്. ഇവിടെ ഒരു കളറുണ്ട്. ഞങ്ങളിവിടുത്തെ റോഡിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കാൻ നല്ലത്. എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങളിവിടുത്തെ റോഡ് മൊത്തം ആ ഒരു പൈപ്പ് ലൈനിൻ്റെ വരും പറഞ്ഞ് മൊത്തം കംപ്ലൈൻ്റ് ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ മഴയും കൂടി വന്നതുകൊണ്ട് ബാക്കിയുള്ള മണ്ണും കൂടി ഒലിച്ചു പോയിട്ട് നല്ല അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും ഏതായാലും. അപ്പോൾ ഇന്ന് അവളെ കൊണ്ടാക്കി കിടത്തിക്കണത് നമ്മൾ പകര മുട്ടിപ്പാലത്തേക്ക് കേട്ടോ. അവിടെ നിന്നാണ് ഇന്ന് ബസ് കയറുന്നത്. ഇന്ന് ആളുടെ ഫ്രണ്ട് കൊണ്ടിട്ട് അവിടെ നിന്ന് മറ്റേ സ്ഥലത്തൊക്കെ ആകുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. പിന്നെ തിരിച്ച് വരുമ്പോൾ മൊത്തം മഴയായിരുന്നു. ആ മഴ മൊത്തം കൊണ്ട് ഞാൻ ഇനിയിപ്പോൾ മുന്നേ മദ്രസ വന്നിട്ട് അവനക്കുള്ള ദോശ ചൂടോടെ ചുട്ടെടുക്കണം.
എനിക്ക് സാധാ ദോശയാണെങ്കിലും ഈ ദോശയാണെങ്കിലും നല്ല നെരിച്ച് ചുട്ടാലേ ഇഷ്ടമാവുള്ളൂ. അപ്പോൾ വരെ കിച്ചണിക്ക് അതുവരെ റെസ്റ്റ് എടുക്കാം. സ്കൂൾക്ക് പോകൂലെന്നോ? മസാല ദോശ ചായ കുടിക്കാവാ. ഈ കാലഴിയാ മര്യാദ കാലഴിക്കോ? എല്ലാവർക്കും സ്കൂളുള്ളതല്ല. എന്താ വിചാരിച്ചത് സ്കൂൾ പോവാതെ? മര്യാദ സ്കൂൾ പോയിക്കോ. ഞാൻ വടിയിരിക്കണ അവരെ സ്കൂളിലല്ലാത്തവരല്ല സ്കൂളില്ലാത്തത്. ആരും വരൂല. നാളെ നല്ല തല്ലും കിട്ടിക്കോളൂ. മുന്നേ വന്ന് സ്കൂൾക്ക് പോകില്ല എന്നാ പറയുന്നത്. പോകില്ല ഉറപ്പാണ്. പിന്നെ അവർ സ്കൂൾ വെക്കാൻ നിൽക്കണല്ലേ. സാരില്ല പറഞ്ഞേക്കണ. ഈ ഒരു ദോശയ്ക്ക് ഞാൻ നമ്മുടെ ഈസ്റ്റും കാര്യമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. പച്ചരിയും ഉഴുന്നും നമ്മുടെ ചോറുണ്ടല്ലോ തലേന്നക്കത്തെ ചോറും മൂന്നും കൂടി അരക്കുക. ആവശ്യത്തിന് ഉപ്പും കുറച്ച് പഞ്ചസാരയും ചേർക്കുക. പിന്നെ ഇതിലേക്ക് നമ്മുടെ അപ്പക്കാരുണ്ടല്ലോ ബേക്കിംഗ് സോഡ അതും കുറച്ച് ചേർത്തിട്ടാണ് കേട്ടോ ഈ ഒരു മാവ് തയ്യാറാക്കിയിട്ടുള്ളത്. മസാല ദോശ ഇത്രയ്ക്ക് ഇഷ്ടമാവാൻ കാരണം വേറെ ഒന്നുമല്ല, ഇതിലുള്ളത് പൊട്ടറ്റോൻ്റെ കൂട്ടാനാണല്ലോ. ഉരുളൻകിഴങ്ങാണ് അവൻ്റെ മെയിൻ ഫുഡ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഉരുളൻകിഴങ്ങിൻ്റെ കൂട്ടാൻ ഇതിലുള്ളത് കൊണ്ടാണ് അവനക്ക് ഇത്രയ്ക്ക് ഇഷ്ടപ്പെടാൻ കാരണം കേട്ടോ. ബാക്കിയുള്ളത് ഒന്നും ഇഷ്ടമല്ല. അതേപോലെ തന്നെ നമ്മുടെ പുട്ടും കടലയും ഇഷ്ടമാണ്, ദോശ ഇഷ്ടമല്ല. അപ്പം മിന്നൂന് പറ്റുന്നത് മുന്നേക്ക് പറ്റില്ല, മുന്നേക്ക് പറ്റുന്നത് മിന്നൂന് പറ്റില്ല. രണ്ടുപേരേ ഉള്ളൂ. പറഞ്ഞിട്ടെന്താ കാര്യം? പക്ഷേ അവൻ എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞു. എന്തിന് ചാനക്കളും ജിപ്സ് പോലും അവൻ വളരെ സിമ്പിൾ ആയിട്ട് അങ്ങനെ ആ ഒരു മീറ്റിംഗിൽ വെച്ച് പുതിയ രണ്ടാതിഥികൾ വന്നിട്ടുണ്ട് ഗൈസ്. നമ്മളെ ഏരിയയിൽ അധികം മയിലൊന്നും വരലില്ല. പക്ഷെ ഇപ്പോൾ ഇന്നലെ മിനിയാന്നും ഇന്നൊക്കെ ആയിട്ട് 2-3 ആൾക്കാർ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട്. ആണുങ്ങളില്ല കേട്ടോ, പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. ആൺമയിലിനെ കാണാനല്ല ഭംഗി. ഡ്രസ്സൊന്നും വേണ്ടേ? ആമേ തോർത്തെടുത്തുകൊണ്ടോ?
ചെട്ടി പറഞ്ഞ കാര്യമല്ല പറഞ്ഞത്. ആരാണിത്? കുമണി ഇത് നല്ല കുട്ടി. നല്ല കുട്ടി. എനിക്ക് എന്നും എണീച്ചൂടെ? എടുക്കാൻ മോനെ കേട്ടിക്ക. ചേർത്തെ അപ്പ് തീർത്തെ ദോശ. കാരമൽ ദോശ അല്ലേ? നമ്മളെ കാരമൽ ദോശ കുറച്ചധികം തന്നെ ക്രിസ്മസ് കൂടിയതുകൊണ്ട് ഞാൻ തന്നെ തിന്നേണ്ടി വന്നിട്ടാ. എന്താ പറയുക, പഞ്ചസാര ഒഴിവാക്കിയതാണ്. ഡയറ്റാണ് ഞാൻ. ഇതാണ് മക്കളുള്ള അമ്മമാർക്ക് ഡയറ്റ് കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയുക ശരിയായിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് അവസ്ഥ. ചൂടുണ്ടോ? ചൂടില്ല. നെഞ്ചാണ്. ഹലോ നീക്കടാ. അമ്മച്ചി മടക്കി വെക്കട്ടെ. നീക്ക്. ഓന്റെ റബ്ബേ. നീറ്റാ. നീക്ക്. നീക്ക്. ഫാത്തിമ എണീക്കടി. ഇതിവളെ മെയിൻ പരിപാടി ആയിട്ടാ. നമ്മളെപ്പോഴാണോ പൊതുവെ മടക്കിയേക്കാൻ പോണേ അപ്പോഴൊക്കെ അതിൽ കയറിയിരിക്കും. അപ്പം ഇതിൻ്റെ ഇടയിൽ കുറേ സംഭവങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഭയങ്കര സ്ട്രെസ് ആയിരുന്നു വെച്ചാൽ ഇവളെ ഉറങ്ങാന്ന് പറയാൻ ചെയ്തിട്ടില്ല. പിന്നെ പകൽ എനിക്കാണെന്നുണ്ടെങ്കിൽ കുറേ പണിയുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ വൈകുന്നേരം കുറച്ച് സാധനങ്ങൾ പോയി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ.